പറയാനൊന്നുമില്ല. അത് വളരെയധികം സന്തോഷമാണ്. ഞങ്ങൾ ഈ തത്വമസി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ട് ഗൾഫിൽ. അവർ ഒരു 18 വർഷത്തോളമായി ഇവിടെ ഈ അയ്യപ്പൻ വിളക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ക്ഷേത്രത്തിന് അതേപോലെ ചെമ്പുവല കഴിയുക, അതേപോലെ തന്നെ ജീവകാരുണ്യം ഒരു 6-7 ലക്ഷം രൂപയോളം നൽകിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പോകുന്നുണ്ട്. ഈ ഒരു 5 കിലോമീറ്റേഴ്സ് അതെ ഒന്നേ സാർ ഞാനിവിടെ വർത്താനം പറയാൻ ദൂരമുണ്ട്. ഈ കടക്ക് ഒരു ഏകദേശം 1 കിലോമീറ്റർ CRZ നിയമമുണ്ട്. ഇപ്പോൾ CRZ നിയമം CRZ 2-ലാണ് എടുക്കുന്നത്. അത് ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. ഇവിടെ നിന്ന് പ്രപ്പോസൽ പോയിട്ടുള്ള CRZ 2-ലാക്കണം, 50 മീറ്റേഴ്സിനാണ്. കാരണം വളരെയധികം സാധ്യതയുള്ള പ്രദേശമാണ് ഇവിടെ. ഇപ്പോൾ ഈവൻ ഈ ബീച്ച് കൊടുങ്ങല്ലൂർ തൊട്ട് പുതുമന്നാനി വരെ ഇറങ്ങിയ ആൾക്കാരെ പഴുതാരെ വരെ പ്രകൃതിയുടെ എല്ലാ മുദ്രകളുടെയും ഒരു മര്യാദാ ദൂരം അതാണ് CRZ 2 ആയാലും 3 ആയാലും 1 ആയാലും CRZ A എന്ന് പറയുന്നത് മോസ്റ്റ് പ്രയോറിറ്റൈസ്ഡ് എന്ന് നമ്മളങ്ങ് വിചാരിക്കും. സർക്കാർ 50 എന്ന് പറഞ്ഞാൽ നമ്മൾ 51 പറയും. കാരണം സർക്കാരിൻ്റെ അപ്പൻ്റെ വകയല്ല ഭൂമി എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ അപ്പനപ്പന്മാർ സ്വാതന്ത്ര്യം നേടി തന്ന ഭൂമിയാണ്. ആ ഭൂമിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തം സർക്കാരിൻ്റെ. അപ്പോൾ സർക്കാർ സാങ്കേതികമായി ഒരു അളവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് മീറി 1-2 മീറ്ററോ അടിയോ കൂടുതൽ കരുതി കാണും. ഇതിന് നമ്മുടെ അപ്പനപ്പന്മാരുണ്ടാക്കിയത് നമുക്കെടുത്തിട്ട് ചൂഷണം ചെയ്യാനോ വിളയാടാനോ അല്ല. ഭാവി തലമുറയ്ക്ക് വേണ്ടി അവശേഷിപ്പിക്കണം. നല്ല മേഖലയാണ്, നല്ല പണ വരുമാനത്തിനുള്ള സാധ്യതയാണെന്ന് പറഞ്ഞാൽ ബാങ്കോക്കിലെ പോലെയൊക്കെ നമുക്ക് കച്ചവടം തുടങ്ങേണ്ടി വരും അല്ലേ? ബാങ്കോക്കിനെ ഞാൻ താത്തിക്കെട്ടി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ സ്വത്വം മറന്ന് പ്രവർത്തിച്ചു. സനാതന ധർമ്മത്തിലെ അടിസ്ഥാന വരികളിൽ ഒന്നാണ് സ്വത്വം മറക്കുക. മനുഷ്യന് വേണ്ടിയുള്ളതാണ് സനാതന, മതത്തിന് വേണ്ടിയുള്ളത്. അവിടെയാണ് ഈ ദ്രാവിഡ ഒരു പറഞ്ഞല്ലോ കൊടുക്കണമെന്ന്. അവൻ അബദ്ധം പറ്റിയതാണ്. സനാതന ധർമ്മം കൊറോണ പോലെയാണ്, ഡെങ്കി പോലെയാണ്. ഒന്നുമെല്ലാം ചെയ്യണമെന്ന് പറയില്ലേ ഒരു നല്ല ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഭക്ഷണം ദഹിച്ച് വന്നത് കഴിക്കുന്നതിൻ്റെ കുഴപ്പം എന്താണ് ഉദ്ദേശിച്ചത്? അതാണ് അവനൊക്കെ കഴിക്കുന്നത്. അപ്പോൾ സ്വത്വം മറക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണം എന്നൊന്നും അന്വേഷിക്കണം. എനിക്ക് സർക്കാരിൽ സ്വാധീനമുണ്ട്, അതുകൊണ്ട് ഞാനൊരു 5 അടി കയറ്റി കെട്ടാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ നോട്ടത്തിലും സ്വത്വമുണ്ട്. ഞാനത് ചെയ്യരുത്. ഇപ്പം ഞാൻ മൂന്നാറിൽ എനിക്ക് ചെമ്പ് കട്ടയുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ അതിങ്ങനെ നടന്നു. നമ്മുടെ ജനാധിപത്യ ക്രമീകരണത്തിൽ തഹസിൽദാരുടെ കീഴിലാണ് അത് ചെമ്പുകട്ടയായിട്ട് നിലനിൽക്കും. ഒരു 5 ഏക്കർ 80 സെൻറ്റ്. ഒരു 80 സെൻറ്റ് ഈ 5 ഏക്കറിനകത്താണ് കുടുങ്ങി കിടക്കുന്നത്. അത് സർക്കാരിൻ്റെ അത് പതിച്ചു കിട്ടും. അത് നമുക്ക് ഒന്നിനും ഉപയോഗിക്കാനൊക്കെ. ബാക്കി 5 ഏക്കർ എന്ന് പറയുന്നത് ഏതാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സ്ലോപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ മരങ്ങളും പാമ്പും പഴുതാരയും പുഴുവും എല്ലാം ചന്ദനമരവും
പാമ്പുകളൊക്കെ അവിടെ വളർത്തുമ്പോൾ കാരണം ഒരിക്കലും ആ ചന്ദനം വളർത്താൻ അതിനകത്ത് മാത്രമല്ല അവിടെ അതിനകത്ത് ചന്ദനം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് പേരുടെ കണ്ണുണ്ടാവും. താനത് എടുക്കാൻ കഴിയുമെന്ന് ചെന്നിട്ടാണ് പലരും. ഞാൻ ആ സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഞാൻ കയറിയിട്ടില്ല. ഇതിൽ ഏതോ ആണ്, ഇത്രയാണ് ഏകദേശം എൻ്റെ സ്ഥലങ്ങളിൽ മാത്രം അറിയില്ല. എൻ്റെ മൂത്ത മകൻ ഗോകുൽ അതവിടെ പോയിട്ടാണ്. അപ്പം ഞാനത് വർക്ക് ചെയ്യാൻ വെച്ചിട്ട് ദുബായിലുള്ള ജെംസിൻ്റെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ഈ O ലെവൽ ബ്രിട്ടീഷ് സിലബസ് ഉണ്ട്. അതിൻ്റെ ഈ 10th മുതലുള്ള ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ O+ ക്ലാസ്സുകൾ വെച്ചിട്ട് അങ്ങനെ 3 ക്ലാസ്സുകളുണ്ട്. ഒരു 5 ഡിവിഷൻ വെച്ച് 20 കുട്ടികളിൽ 15 മുതൽ 20 കുട്ടികൾ ഒരു ക്ലാസ്സിൽ പാടുമെന്ന് പറഞ്ഞു. എത്നിക്കായിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് കാലത്ത് ചാണകം മെഴുകിയത്ത അങ്ങനെ ഗുരുദേവൻ്റെ സ്ട്രക്ചേഴ്സ് ഉണ്ടാകും. ഗുരുദേവൻ്റെ ജന്മഗൃഹത്തിൻ്റെ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി അതിൻ്റെ തന്നെ 2ാമത്തെ നില ഇതുപോലെ പലകയടിച്ച് ചെളി കൂട്ടി അങ്ങനെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. എൻ്റെ മകനിപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന അൾട്ടിമേറ്റ് അതിനകത്ത് കാല് കുത്തരുത്. ഞാനത് ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുണ്ട്. ഞാൻ സേവ ഇല്ലാതിരുന്ന അവസാനം ഭരചന്ദ്രൻ IPS ചെയ്ത് തിരിച്ചു വന്ന് കിട്ടിയ പണം മുഴുവൻ വർക്ക് ചെയ്യാൻ വെച്ച് എൻ്റെ അഡ്വാൻസ് എല്ലാം പോകും എന്ന് ഭയന്ന് ഇടയ്ക്കൊരു പേയ്മെൻറ്റ് ഞാനറിയാതെ വർക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കും. അത് അറിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു വലിയ വിഷമമുണ്ടായി. ഏതാണ്ട് 3-3.5 മാസം കൊണ്ട് ആ കാശ് തിരിച്ചടക്കും. വർക്ക് ചെയ്യാൻ വെച്ച് കേരളത്തിൽ അങ്ങനെ സഹായിച്ചിട്ടുള്ള 100 കണക്കിന് ആൾക്കാരുണ്ട്. ആരും ആ കാശ് ഇന്നും വരെ എൻ്റെ അടുത്താണ് അമ്മ പറഞ്ഞത്, എടാ ഞാൻ സണ്ണിക്ക് കൊടുക്കുന്ന പോലെ നിനക്ക് തന്നത്. സണ്ണിക്ക് ഞാൻ 3 കോടി നേതാക്കൾ വാങ്ങിക്കാനായിട്ട് കൊടുത്തു. അപ്പോഴാണ് നിനക്ക് ഞാൻ 1 കോടി ഈ സ്ഥലത്തിന് തന്നത്. തിരിച്ചു തരാനാണ്. അപ്പോൾ അങ്ങനെ ഒരു കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ വിചാരിച്ചു. ഫിനാൻഷ്യൽ റിട്ടേൺ എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല, ആ റിട്ടേണിൽ നിന്ന് വിറ്റ് വരുമാനത്തിൽ GST വരും. എൻ്റെ പ്രോഡക്റ്റിന് ഒരു ഇൻ്റർനാഷണൽ ആക്സെപ്റ്റൻസ് കിട്ടിയാൽ അത് FDI ആയി മാറും. കാരണം ജെംസ് ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അമേരിക്കയിലാണ് ബേസ്, അത് ഇംഗ്ലീഷ് ബേസ് ആവുള്ളൂ. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഘടകം എനിക്കാകാൻ സാധിച്ചു. ഇനി അതിൽ റിസോർട്ടാണെങ്കിൽ തന്നെയും ജെംസുമായിട്ട് ചേർന്ന് സണ്ണിച്ചായന അത് എനിക്ക് ആ അമ്മച്ചിയോട് കൊടുക്കാനുള്ള പ്രതീക്ഷ. സണ്ണിച്ചായന എൻ്റെ ഭാഗം സണ്ണി അറിയാം. സണ്ണി ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഒരു 1.5 വർഷം മുമ്പ് MP-യുടെ വോട്ടുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് പോയപ്പോൾ പല ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കിയത്. ഇതൊക്കെ തന്നെ അവർ മണ്ണിനെ തൊട്ടിട്ടില്ല. അവർ ഇങ്ങോട്ടൊരു പ്ലാറ്റ്ഫോം അടിച്ചിറക്കി റിസപ്ഷൻ മേളിലാക്കി റൂമെല്ലാം ഓരോ ലെവലായി. അപ്പോൾ മണ്ണിൻ്റെ ചരിവ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ മിനിമം എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഉള്ളെല്ലാം ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, ബാക്കി എല്ലാം. അപ്പോൾ അതിലുണ്ടെന്ന് എനിക്ക് തോന്നി ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിക്കും. നമ്മൾ ഒരുപാട് ജീവികളുടെ ഹാബിറ്റാറ്റിന് അത് ജീവികളെടുത്ത് എൻ്റെ ഒരു ഫോർച്യൂണിറ്റി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സംഭവിച്ചാണ് അതിൽ ഒരു 20-30% നമുക്ക് ഉണ്ട്. ബാക്കി വിട്ടായിരുന്നു. ഞാനത് പറയുന്നത് ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത് പോലും നമുക്ക് കാത്തിരിക്കുന്നത് അപകടമാണ്. എത്ര നിശ്ചിത രൂപയുടെ നമ്മളോട് പെരുമാറുന്ന രാജ്യമായാലും അവിടെ എപ്പോഴും ഒരു വെടിവെട്ടാണ് അതിൽ കടന്നാൽ എന്ന് പറയുന്നത് അതിലാണ്. അതിലാക്കുന്നത് രാജ്യമാണ്. ഒരു വീട്ടിൽ ബോംബുമായിട്ട് ഒരു ബോട്ട് കഞ്ചാവുമായിട്ട് വന്നാൽ നിങ്ങളാണ് പറയുന്നത്. അപ്പോൾ കടൽക്കരയെന്ന് പറയുന്നത് ഒരു മതത്തിനും ഒരു വ്യക്തിക്കും ഒരു സംഘത്തിനും കൊടുക്കാൻ ഇഷ്ടത്തിലുള്ള ഒരു രാജ്യത്തിന്
കടൽക്കര എന്ന് പറയുന്നത് ആ കര ബീച്ച് എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ സർക്കാരിൻ്റെ സ്വത്താണ്. നിങ്ങൾക്കത് ഉപയോഗിക്കാം, അതിന് ദോഷം വരുത്താത്ത തരത്തിൽ ഉപയോഗിക്കാം എന്ന് പറയുന്ന ഡെസിഗ്നേഷനാണ് ആ സ്ഥലത്തിനുള്ളത്. അതുപോലല്ലേ വനം. അപ്പോൾ ആനത്താര എന്ന് പറയുന്നത് ഞാൻ ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്ക് സംസാരിച്ചത് ഇതാണ്. അങ്ങനെ നമ്മുടെ വംശജർ കൂടുതൽ അവിടെ ആയതുകൊണ്ട് അവർക്ക് വഴിമാറണമെന്നും പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് എൻവയോൺമെന്റ് മിനിസ്ട്രി അവർക്ക് കൺകറൻസിയായ സ്റ്റേറ്റുകൾക്ക് ഉത്തരവാദിത്തമാണ്. സ്റ്റേറ്റുകൾക്ക് തദ്ദേശീയമായി പ്രാദേശികമായി പിന്നെ മറ്റു ചില പരിഗണനകൾ ആവാം. പക്ഷെ ഹനിച്ചുകൊണ്ടാണ് വ്യക്തമായ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാം. പക്ഷേ അത് ഉപദ്രവം ഒഴിവാക്കാൻ അതിനെ വെടിവെച്ച് കൊന്നതിൻ്റെ പേരിൽ പിന്നെ അത് വെച്ച് കച്ചവടം നടത്തും, അത് തിന്നും എന്ന് പറഞ്ഞാൽ അനുവദിക്കാൻ തിന്നാൻ വേണ്ടി കൊല്ലലാണ്. ആണോ? അതാണ് നമ്മുടെ സ്വഭാവം. അപ്പോൾ അങ്ങനെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി കൊന്നതിൻ്റെ പേരിൽ അതിനെന്താണോ മനുഷ്യനെ ചെയ്യുന്നത് അത് ആ പരിഗണന കൊടുക്കും. ഈ സർക്കാർ ആനയെ വെടിവെച്ച് ഒഴിവാക്കുന്നതിന് കൊണ്ട് ആനയുടെ അവസ്ഥ എന്താണെന്ന് പറയുന്നത്. ഈ പന്നിയൊക്കെ കൊല്ലാന്ന് പറഞ്ഞാൽ ആനയും കൂടെ കൊല്ലാനുള്ള നിയമം പാസ്സാക്കും. പക്ഷെ ആനയെ ഒരു തിന്നുന്ന സമൂഹമാണ് ഇപ്പോൾ പോകുന്ന അവസ്ഥ. വിഭവങ്ങളുണ്ട്, ഭക്ഷ്യയോഗ്യമായ വിഭവങ്ങളുണ്ടാകും. നമുക്ക് മണ്ണിന് അവകാശപ്പെട്ടതാണ്. നമ്മളെല്ലാ പഴവും തിന്നുന്നില്ല. പലരും തറയിൽ വീണ് അത് കുടിവരിച്ച് ഉൾവരിച്ച് ഒക്കെ അങ്ങനെ മണ്ണിലേക്ക് വെച്ച് ചെയ്യുന്നതാണ്. കാട്ടിനുള്ളിലെ വിഭവങ്ങൾ എന്ന് പറയുന്നതിന് വെള്ളം കിട്ടാത്ത തരത്തിൽ താഴെ മുകളിൽ വെച്ച് കാട്ടിലെ വെള്ളപ്പുള്ളിൽ നമ്മൾ ഊറ്റിയെടുത്താൽ കാട്ടിലെ വെള്ളം അർഹിക്കുന്ന ഒരു വിഭാഗം അത് ചെയ്തിട്ടാണ്. ഇതൊരു ആഗോള തത്വമല്ലേ, ഭൂമി തത്വമല്ലേ. ഒന്ന് പറഞ്ഞ പോലെ കടലിനെ നമ്മൾ ആഘാതം എത്തിച്ച നമ്മുടെ അനുഭവം 2004 നമുക്ക് കിട്ടിയത്. പ്ലാസ്റ്റിക് എങ്ങോട്ട് പോകുന്നു, നമ്മൾ കാലത്തിടുന്നത് കൊണ്ട് എങ്ങോട്ട് പോകുന്നു. അഡ്മിനിസ്ട്രേഷനിൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആയിരിക്കണം ഗവർണൻസ്. ഗവർണൻസിനെ തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങളുടെ വോട്ട് മാത്രം കൊടുത്താൽ പോലെ നിങ്ങളുടെ ഹൃദയം കൂടി കൊടുക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ അന്നേരം എൻ്റെ എന്ന് പറയുന്ന വിചാരം കാണരുത്, നമ്മുടെ എന്ന് പറയുന്ന വിചാരം ഉണ്ടെങ്കിൽ ഗവർണൻസ് ജനാധിപത്യ സമ്പ്രദായത്തിൽ അത് സഞ്ചരിക്കുന്ന വഴിയെ സഞ്ചരിക്കും. ഇല്ലെങ്കിൽ ഓരോരുത്തരുടെയും എൻ്റെയുടെ പിന്നാലെ പോയാൽ ജനാധിപത്യം. വോട്ട് ചെയ്ത് ജയിപ്പിച്ചയക്കുന്നവർ അവരുടെ ടിമ്പറാണ്. അവരെ മുന്നോട്ട് വിട്ട പാർട്ടിയുടെ ടിമ്പറാണ്. ഒരാളെ മുന്നോട്ട് വിട്ടിട്ട് വേണ്ട ഇയാളെ വെച്ചാൽ നമുക്ക് അപകടമാകുന്ന മാറ്റിയിട്ട് വേറെ ഒരു കേന്ദ്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ പാർട്ടി 5 വർഷം മറ്റേ കേന്ദ്രം കൊണ്ട് ചെയ്യിച്ച തെറ്റുകൾ മുഴുവൻ ഇല്ലാതാവുന്നു. ഞാൻ ഉദ്ദേശിച്ചത് തൃശ്ശൂരിൻ്റെ കാര്യം. എന്തുകൊണ്ടാണ് മാറ്റി ചെയ്യുന്നത്? അപ്പോൾ ആ ചെയ്യുന്ന പാർട്ടിക്ക് അന്ന് ഉത്തരവാദിത്വം ഇല്ലായിരുന്നു. 5 വർഷം ആ പാർട്ടി പകരം ദൈവം തമ്പുരാനെ കൊണ്ട് തന്നാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ അത് ആ തിരഞ്ഞെടുക്കപ്പെട്ട ആളിനെ മുന്നോട്ട് വെച്ച് 5 വർഷമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു പാർട്ടിക്ക് അങ്ങനെ നമുക്ക് നമുക്കുള്ളൂ. ഒരു 25
കാലിനടിയിൽ ഊഞ്ഞാൽ കിടക്കും, കാലിനടിയിൽ കോളേജുകളിലെ പ്രശ്നം കിടക്കും, കഞ്ചാവിൻ്റെ പ്രശ്നം, കൊലപാതകത്തിൻ്റെ പ്രശ്നം, ഇന്റർനെറ്റിൻ്റെ പ്രശ്നം. ഒരുത്തൻ അമ്മയുടെ കാൽ ചുവട്ടിൽ അടുക്കളയിൽ ചെന്ന് കാണുകയാണ് അടുത്ത വർഷം എനിക്ക് എന്ന് പറഞ്ഞവനാണ് ആ കുഞ്ഞിനെ കൊന്നിരിക്കുന്നത്. ഇത് DNA കുഴപ്പം. ആരാണ് ആ DNA സൃഷ്ടിച്ചത്? രാഷ്ട്രീയത്തിൻ്റെ ബാലവിഭാഗമാണോ ആ DNA സൃഷ്ടിച്ചത്? അങ്ങനെ ഉണ്ടെങ്കിൽ ആ DNA സൃഷ്ടിച്ച ബാലവിഭാഗം വേണ്ട എന്ന സമൂഹത്തിന് നിശ്ചയിക്കാൻ ഒരു കെൽപ്പുണ്ടാകുന്നത് സമൂഹം തിരഞ്ഞെടുക്കുന്ന ആൾ ആ സമൂഹത്തിന് അനുസരിക്കുന്നു. നിങ്ങളുടെ ഈ പ്രദേശത്ത് മന്ത്രിമാരടക്കിയ ബിന്ദു മിനിസ്റ്റർ ഈ DNA സൃഷ്ടിച്ചവന്മാർ വേണ്ട എന്ന് തീരുമാനിച്ചതെങ്കിൽ അവരും അവരുടെ രാഷ്ട്രീയ കക്ഷിയും വേണ്ട എന്ന് സമൂഹം തീരുമാനിക്കുന്നു. സമൂഹത്തിന് തോന്നണം അഭിമന്യു സിദ്ധാർത്ഥം ഞങ്ങളുടെ മക്കളും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആഗ്രഹത്തോടെ കാണാം. ഹിജാബിന് വേണ്ടി പിന്നെ റെസ്റ്റോറൻറ്റിന് വേണ്ടിയൊക്കെ നിർമ്മിക്കണമെന്നല്ല കുട്ടികൾ. അത് കുത്തിത്തിരിപ്പ് മാത്രം. ഈ ഹൈറൈസ്ഡായിട്ട് ഇന്റർകണക്ട് എന്ന് പറയുന്നത് ക്രോസ് റോഡ് വന്നിട്ടുണ്ടെന്നുള്ള എല്ലാം ഓർപ്പിച്ച് പണിയുന്നു. അശാസ്ത്രീയമാണ്. ഇന്റർനാഷണൽ ലോസ് ഉണ്ട്. നമ്മളിവിടെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന രാജ്യമാണെങ്കിൽ എങ്ങനെയാണോ ഒരു ഹൈവേയിലെങ്കിലും, അതായത് രാജ്യം മുഴുവൻ കണക്ട് ചെയ്യുന്ന ഒരു ഹൈവേയിലെങ്കിലും ആ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസുമായി വരുന്ന ആളിന് പരിചിതമായ ടെറൈൻ നമ്മൾ കിട്ടണം. അല്ലാതെ ഒരു ബ്രിഡ്ജ് അങ്ങോട്ട് ഇറങ്ങി ഉടനെ അടുത്ത് അണ്ടർപാസിന് വേണ്ടി ഉടനെ അടുത്ത് കൊണ്ടുവരില്ല. മാക്സിമം ബൈപ്പാസ് ഈ പറയുന്ന അശാസ്ത്രീയ ഇത് കേൾക്കുന്നതാണ് എന്ന് പരിശോധിക്കും. അതുപോലെ ഓരോ ട്രെയിനിലും ഓരോ ജോലിയും വന്ദേ ഭാരതം രാജധാനി ജനശതാബ്ദി ഷട്ടിൽ ഡെസിഗ്നേഷൻ ഉണ്ട് ഓരോ ട്രെയിനും. അപ്പോൾ അങ്ങനെ രാജധാനി എൻ്റെ ലോക്കൽ സ്റ്റേഷനിൽ നിർത്തിച്ച് തന്നു എന്ന് പറയുന്ന MP-യെ നമ്മൾ സൂക്ഷിക്കണം. വികസനത്തിലും പിന്നെ എന്തെങ്കിലും പരിചയമുണ്ട് അല്ലെങ്കിൽ അടുപ്പമുണ്ട്, ബന്ധമുണ്ട്, അങ്ങനെയുള്ള ഇടങ്ങളിൽ മുൻപിടുന്ന ചോറ് കൊടുക്കുന്ന പേരിടുന്ന അല്ലെങ്കിൽ മരണം സംഭവിച്ച പോകുന്ന ഒരു MP-യുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജോലിയിൽ പെടുന്നതേ അല്ല. അത് തട്ടിപ്പ്. എൻ്റെ വിശ്വാസം അത് മുതലെടുക്കാനുള്ള ഒരു തട്ടിപ്പ്. ബന്ധം സ്ഥാപിക്കുക